ഗഹ്വരത്തിൽ പ്രതിധ്വനികളുടെ താളമുയർത്തുന്ന വാദ്യമേളത്തിന്റെയും കലാവൈവിധ്യത്തിന്റെ വർണ്ണചാരുതയുടെയും അകമ്പടിയിൽ ഇന്ന് വൈകുന്നേരം 3 മണിക്ക് നടക്കാവിൽ നിന്ന് പുറപ്പെടുന്ന വിളംബര ഘോഷയാത്ര പുതുമൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയും കാഞ്ഞങ്ങാട് നഗരസഭാ അധ്യക്ഷയുമായ ശ്രീമതി കെ.വി. സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്യും. നാട്ടും നൃത്തവും നാടകവും കാവ്യചിത്രങ്ങളും ഗോത്രകലകളും തിമിർത്തുകയുന്ന കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് നാളെ എരുന്നൂരിൽ തുടക്കമാകുമ്പോൾ ഒരുമയോടെ ഒരൊറ്റ മനസ്സോടെ സ്നേഹ സൗഹൃദങ്ങളുടെ പൂക്കാലങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് കലാം നാളെ മുതൽ ഡിസംബർ 30 വരെ എരുന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള വിളംബര ഘോഷയാത്രയിൽ അല്പസമയത്തിനു തന്നെ നടക്കാവിൽ നിന്ന് പുറപ്പെടുകയാണ്. വിളംബര ഘോഷയാത്രയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പുതുമൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിനിയും കാസർഗോഡ് നഗരസഭാ അധ്യക്ഷയുമായ ശ്രീമതി കെ.വി. സുജാത ടീച്ചറാണ്. ഉദ്ഘാടന ചടങ്ങ് അല്പസമയത്തിനകം ആരംഭിക്കുന്നത്. പുതുമൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിനി കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി കെ.വി. സുജാത ടീച്ചറാണ് വിളംബര ഘോഷയാത്രയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അറുപത്തിമൂന്നാമത് കേരള സ്കൂൾ റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായുള്ള വിളംബര ഘോഷയാത്രയുടെ ഉദ്ഘാടനമാണ് ഈ വേദിയിൽ ഇവിടെ നടക്കാൻ പോകുന്നത്. മുഴുവൻ ആളുകളുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം ഈ വിദ്യാലയത്തെ ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഈ വിളംബര ഘോഷയാത്രയിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ അതിഥികൾക്കും അതോടൊപ്പം സംഘാടകർക്കും ഇതിന്റെ കീഴ്ഘടകങ്ങളിലെ മുഴുവൻ ഭാരവാഹികൾക്കും ആദ്യമേ സ്വാഗതം പറയുകയാണ്. ചുരുങ്ങിയ വാക്കിൽ ഒരു ആമുഖ ഭാഷണത്തിന് പ്രസക്തിയില്ല എന്നറിയാം. എങ്കിലും കലോത്സവത്തിന്റെ കാഹളം മുഴക്കിക്കൊണ്ട് ഇത്തരമൊരു രീതിയിൽ വിളംബര ഘോഷയാത്ര നടത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോ അല്പം പ്രയാസം നേരിട്ടെങ്കിലും പൂർവാധികം പിന്തുണയോടുകൂടി സർവാത്മന എല്ലാവരും ഇതിനെ പിന്തുണ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നു എന്നുള്ളത് വലിയ ചാരിതാർത്ഥ്യത്തിന്റെ ഒരു അടയാളപ്പെടുത്തലാണ്. ബഹുമാനനായ DDയെയും അതോടൊപ്പം ആദരണീയായ നമ്മുടെ GHSSലെ പൂർവ്വ വിദ്യാർത്ഥിനിയും അതോടൊപ്പം കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള സുജാത ടീച്ചർ നമുക്ക് ഫ്ലാഷ് മോബ് അവതരിപ്പിക്കുമ്പോൾ ടീച്ചറെ ബന്ധപ്പെട്ടപ്പോ ടീച്ചർ കാഞ്ഞങ്ങാടിൽ ഞാൻ എന്തായാലും പങ്കെടുക്കുമെന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടീച്ചറെ അർജന്റായി ഒരു മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടത് കൊണ്ട് പിന്നീട് വിളിച്ചു പറഞ്ഞു ഞാൻ കഴിയും വിധം പരമാവധി ശ്രമിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഇന്നലെ വിളിച്ചപ്പോ ടീച്ചറെ ആ സർവാത്മന അതിനോട് അനുകൂലമായി പ്രതികരിക്കുകയും എന്ത് വന്നാലും ഞാൻ 3 മണിക്ക് അവിടെ എത്തുമെന്ന് പറഞ്ഞു കൃത്യം ടീച്ചറെ 3 മണിക്ക് ഇവിടെ എത്തി നമ്മളെ വിളിച്ചു. വലിയ സന്തോഷത്തിലാണ്. കാരണം ഇത്തരം ആദരണീയനായ നമ്മുടെ പഠന പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്നതാണ്. ഞാൻ എന്റെ കർത്തവ്യത്തിൽ കിടക്കുകയാണ്. മുഴുവൻ ആളുകളെയും, മുഴുവൻ അതിഥികളെയും, മുഴുവൻ മാധ്യമ പ്രവർത്തകരെയും, ഇതിൽ അണിനിരക്കുന്ന മുഴുവൻ കുടുംബശ്രീ, നമ്മുടെ സ്കൂൾ വിവിധ യൂണിറ്റ്
ക്ലബ് അംഗങ്ങൾക്ക് എല്ലാവരെയും, പൊതുജനങ്ങളെയും, പൗരാവലിയെയും, അതോടൊപ്പം കുടുംബശ്രീ വിവിധ യൂണിറ്റുകൾ എല്ലാവരും, ക്ലബ്ബുകൾ, പ്രതിനിധികൾ എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പൊ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മീഡിയ ആൻഡ് പബ്ലിസിറ്റി ചെയർമാൻ ആദരണീയനായ വിജിൻ ദാസ് കിനാത്തിലിനെ ആദരപൂർവ്വം ക്ഷണിക്കുക. ഈ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യുന്നതിന് സുജാത ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഒരു വ്യത്യസ്തത ഞങ്ങൾ ഇതിൽ പുലർത്തുകയാണ്. ടീച്ചർ ഇതാ നമുക്ക് വേണ്ടി ഈ ചെണ്ടയിൽ കൊട്ടി വിളംബരം അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട പഠന പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ അതുപോലെ DD അധ്യമാഷ് ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഉദനൂർ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം 84 മുതൽ 87 വരെ 3 വർഷം 8, 9, 10 ക്ലാസ്സുകളിൽ പഠിച്ച ഓർമ്മ, അത് ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും ഓർമ്മിക്കുന്ന കാലം എന്ന് പറയുന്നത് അവരുടെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം തന്നെയാണ്. അതുകൊണ്ട് ഉദനൂർ എന്ന നാടും ഉദനൂർ നാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓർമ്മകളും അത് തന്നെയാണ് ഏറ്റവും അധികം ഊർജം നൽകുന്ന ഓരോന്നും. ഓരോ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഓരോ സംഭവവും മുന്നിലേക്ക് വരുമ്പോൾ അതിനുള്ള വഴികാട്ടികൾ എപ്പോഴും ഉദനൂർ ഭാഗത്തു നിന്നുള്ളവർ തന്നെയാണ്. ഇന്നും ആ ഒരു ബന്ധം സൂക്ഷിക്കാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. അധ്യാപകരുമായിട്ടായാലും അവിടുത്തെ വിദ്യാർത്ഥികളായിട്ടായാലും ഇപ്പോഴുള്ള അധ്യാപകരായിട്ടായാലും ഒക്കെ തന്നെ. കാരണം പഴയ വിദ്യാർത്ഥികളാണ് പലരും, ഇപ്പോഴത്തെ അധ്യാപകര്, ഇപ്പോഴത്തെ PTA അംഗങ്ങള്. അങ്ങനെ വരുമ്പോൾ അതിന്റെ പ്രാധാന്യം ആ സ്കൂളിനുണ്ട്. ഇവിടെ കലോത്സവം ഉദനൂരാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എന്തായാലും ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിനെങ്കിലും ഭാഗവാക്കാകണം അല്ലെങ്കിൽ പങ്കാളിയാകണം, ഏതെങ്കിലും ഒരു ദിവസം വരണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. പക്ഷെ അത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിളംബര ഘോഷയാത്രയ്ക്ക് തന്നെ ഉദ്ഘാടകയായി ഇവിടെ എത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും സന്തോഷമാണ്. കാഞ്ഞങ്ങാടേക്ക് ഫ്ലാഷ് മോബ് വന്നപ്പോൾ എന്തായാലും ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷെ എത്തിപ്പെടാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു സ്ഥലത്ത് ചെന്ന് പെട്ടതുകൊണ്ടാണ് അന്ന് വരാൻ വേണ്ടി കഴിയാതിരുന്നത്. പക്ഷെ വളരെ നന്നായി എല്ലായിടത്തേക്കും ആ സന്ദേശം എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഒരു കലാഗ്രാമം എന്നുള്ള രൂപത്തിൽ തന്നെ ഉദനൂരിനെ ഒരു സാംസ്കാരിക ഭൂപടത്തിൽ അടയാളപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലേക്ക് നമ്മുടെ ഈ കലോത്സവത്തെയും നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയണം. അതിനെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള പ്രവർത്തനം എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ വിളംബര ജാഥയ്ക്ക് ഇവിടെ വ്യത്യസ്തമാർന്ന ഒരു ഉദ്ഘാടനവും കൂടി. കാരണം ഇതുവരെ ഇങ്ങനെ കൊട്ടി ഉദ്ഘാടനം ചെയ്തിട്ടില്ല. എന്തായാലും വരച്ച് വരെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അപ്പോ പാട്ടും വരയും ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കൊട്ടിയിട്ട് ആദ്യമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുള്ള ഒരു അവസരവും കൂടി ലഭ്യമാക്കിയതിനുള്ള സന്തോഷവും കൂടി അറിയിക്കുന്നു. ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നമുക്ക് കിട്ടിയ ഒരു പ്രഥമ പരിപാടിയാണ്. 2 വാക്ക് സെപ്റ്റംബർ 30 നടന്ന സംഘാടക സമിതി യോഗത്തിന് ശേഷം ഇതിന്റെ ജനറൽ കൺവീനറായ DD ആദ്യമായിട്ടാണ് ഇന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറി നിൽക്കേണ്ടി വന്നു. ഇന്ന് ഉച്ച മുതൽ ഞാൻ അവിടെ ഉണ്ട്. ഓരോ പ്രവർത്തനങ്ങളും നേരിട്ട് വിലയിരുത്തുകയാണ്. വളരെ വളരെ ഉദനൂറിന്റെ മണ്ണില്
ഇപ്പൊ സുജാത ടീച്ചറെ കൊട്ടിയിട്ടാണിത്. എല്ലാം വ്യത്യസ്തമാണ്, എല്ലാം സൂപ്പറാണ്. പിന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഇതിന്റെ മുൻപന്തിയിൽ മറ്റ് ജനപ്രതിനിധികൾ എല്ലാവരും, ആരുടെയും പേരെടുത്ത് ഇപ്പോഴും പറയുന്നില്ല, സമയം വളരെ പരിമിതമാണ്. ഒരുപാട് DD വന്നതുകൊണ്ട് എല്ലാ ചടങ്ങിലും DD എത്തണം എന്ന് പറഞ്ഞിട്ട് റിസപ്ഷന്റെ അവിടെ നിന്ന് വിളിക്കുന്നത്, പാലുകാച്ചലിന്റെ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്, ഒരുപാട് സ്ഥലത്ത് ഒന്നിച്ചു വിളിയാണ്. ഏതായാലും വളരെ സന്തോഷമാണ്. ഈ മീഡിയക്കാർ എന്താ ചെയ്തത്? ഞാൻ അന്ന് പോയതിനു ശേഷം ദിവസം സ്റ്റാറ്റസ് ഇട് പറഞ്ഞിട്ട് സൂപ്പറാണ്. അവരുടെ ഈ പത്രപ്രവർത്തനയുടെ മീഡിയയുടെ വഴി ഒരുപാട് റവന്യൂ ജില്ലാ കലോത്സവം കാസർഗോഡ് ജില്ലയിൽ നടന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പബ്ലിസിറ്റി ലഭിക്കുന്നതിന്. അതിന് ഞാൻ മീഡിയക്കാർക്ക് പ്രത്യേകം ഈ അവസരത്തിൽ, ഇവിടുത്തെ ഈ സംഘാടകർക്ക് പ്രത്യേകം കൃതജ്ഞത ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്ന അവസരത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃതജ്ഞത അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, കാലം കൈമാറിയ കലാപൈതൃകം ഹൃദയത്തിൽ കരുതി വെച്ചുകൊണ്ട് പുതുതലമുറയുടെ സർഗവൈഭവത്തിന്റെ കലാമാമാങ്കത്തിനിതായ യവനിക ഉയരുകയാണ്. സർഗാത്മകതയുടെ വെളിച്ചം പകർന്നുകൊണ്ട് ഉദനൂരിന്റെ ഹൃദയഭൂമികയിൽ ഇനിയുള്ള 5 നാളുകളിൽ കലയുടെ മേളം പെരുക്കങ്ങൾ. ഉദനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാളെ മുതൽ നവംബർ 30 വരെ നടക്കുന്ന കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് വരവറിയിച്ചുകൊണ്ട് നടക്കാവിന്റെ ഹൃദയഭൂമികയിലെ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിനിയായ കാഞ്ഞങ്ങാട് വിളംബര ഘോഷയാത്രയിത നാട്ടുപരിസരങ്ങളിൽ സർഗാത്മകതയുടെ വെളിച്ചം തുടരുന്ന ആഹ്ലാദത്തിന്റെയും ആവേശത്തിന്റെയും ഇലക്കം സമ്മാനിച്ചുകൊണ്ട് ഇതാ വിവാഹത്തിനാല് ഈ വഴിപ്പാറയിലൂടെ കടന്നു വരികയാണ്. സജീവവും ആവേശപൂർവ്വമായ സദനമായ ഗ്രാമീണ സംസ്കാരത്തിന്റെ മുന്നിലുടമകളായി ആത്മീയതയുടെ മഹോദയ വിളംബരം ചെയ്തുകൊണ്ട് മനുഷ്യ ഹൃദയങ്ങളിൽ തമ്മിൽ ഇറക്കി ചെയ്തിട്ടുണ്ട്. ആടുന്നാകെ നവോന്മേഷം പകർന്നുകൊണ്ട് കടന്നു വരുന്ന കൗമാര കലാമേളയുടെ അറിയിച്ചുകൊണ്ടുള്ള വിളംബര ഘോഷയാത്രയിതാ അനന്താകുലന്റെ പുറപ്പെട്ട് പൈതൃക സംസ്കാരത്തിന്റെ ചരിത്രശേഷിപ്പുകളെ കിടക്കുന്ന ഗതകാല ചരിത്രത്തിന്റെ രഥചക്രമുറന്നു നീങ്ങുന്ന ഈ വഴിപ്പാറയിലൂടെ ഹൃദയഘോരങ്ങളിൽ പ്രതിധ്വനിയുടെ താളമുയർത്തുന്ന ഇവർക്ക് പെയ്യുന്ന വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ കലോത്സവ വിളംബര ഘോഷയാത്രയിതാ ഇതുവഴി ഈ വാഹനത്തിന് പിന്നാലെ ഈ വഴിപ്പാറയിലൂടെ ഇതാ ഇതുവഴി കടന്നു വരികയാണ്. കൗമാര കലാപ്രതിഭകൾ ഉദനൂരിന്റെ മണ്ണിൽ സർഗവൈഭവത്തിന്റെ വസന്തമൊരുക്കുന്നു. അതിനുള്ളില്ലാത്ത മനസ്സുമായി പായാത്ത മറയാത്ത മനോഹര ഗുണയാത്രകളൊരുക്കാൻ ആടുന്ന നാട്ടുകൂട്ടായ്മയും ഒരുമയുടെ പെരുമയാൽ കലോത്സവ പ്രതിഭകളെ വരവേൽക്കാൻ ഒരുങ്ങിയും കഴിഞ്ഞു. കലോത്സവ വിളംബരം അറിയിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയിതാ നടക്കാവിന്റെ ഹൃദയ ഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് ഈ വാഹനത്തിന് പിന്നാലെ ഈ വഴിക്കാരനിലൂടെ ഇതാ ഇതുവഴി കടന്നു വരികയാണ്. കലയും ജീവിതവും ഇഴപിരിക്കാൻ പറ്റാത്തവണ്ണം ചേർന്ന് നിൽക്കുന്ന നാടിന്റെ പാരമ്പര്യത്തിന് മകുടം ചേർത്ത് നിർത്തി